ഹലോ, പ്രസാദേട്ടനാണ്. നമ്മളിപ്പോൾ വെള്ളിനേഴി എന്നുള്ള ഗ്രാമത്തിലാണ്. വെള്ളിനേഴി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല. പാലക്കാട് ജില്ലയിലെ ചെർപ്പളശ്ശേരിക്കടുത്ത് വെള്ളിനേഴി എന്ന് പറഞ്ഞ ഗ്രാമമുണ്ട്. എന്താണ് വെള്ളിനേഴിയുടെ പ്രത്യേകത? കഥകളി ഓരോ അണുവിലും കേന്ദ്രീകരിച്ച ഒരു ഗ്രാമമാണ് വെള്ളിനേഴി എന്ന് പറയുന്നത്. അതിൻ്റെ നേർക്കാഴ്ചകളിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നത്. വെള്ളിനേഴിയുടെ പ്രത്യേകതകൾ നമുക്ക് കാണാം. വരും. പാലക്കാട് ജില്ലയിലെ ചെർപ്പളശ്ശേരി എന്ന പ്രദേശത്തു നിന്ന് പാലക്കാട്ടേക്കുള്ള റോഡാണ് നമ്മളീ കാണുന്നത്. ചെർപ്പളശ്ശേരിയിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ പാലക്കാട് റോഡിന് വന്നാൽ മാങ്ങോട് എന്നുള്ളൊരു ജംഗ്ഷൻ ഉണ്ട്. ഈ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞു പോയാൽ വെള്ളിനേഴി എന്ന ഗ്രാമപ്രദേശത്തെത്തി. വെള്ളിനേഴിയിലേക്കാണ് നമുക്ക് പോകേണ്ടത്. റോഡിൻ്റെ വഴി അരികിൽ വെള്ളിനേഴി ഗവൺമെൻറ് ഹൈസ്കൂള്. എല്ലാ പ്രദേശത്തും ഹൈസ്കൂളുകളുണ്ടാവും, എല്ലാ പഞ്ചായത്തിലും ഉണ്ടാവും. എന്താണ് വെള്ളിനേഴി ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ പ്രത്യേകത? ചെണ്ടയും കഥകളിയും പ്രധാന വിഷയമായിട്ട് പഠിപ്പിച്ച ഒരു സ്കൂളാണ് ദശകങ്ങളോളം വെള്ളിനേഴി ഗവൺമെൻറ് സ്കൂൾ. അതൊരു ഗവൺമെൻറ് സ്കൂള്. സാക്ഷാൽ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരാശാൻ ഇവിടെയാണ് അധ്യാപനം നടത്തിയിരുന്നത്. എത്രയോ കാലം റിട്ടയർ ചെയ്യുന്നവരെ അദ്ദേഹം ഇവിടുത്തെ അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിന് എത്രയോ ശിഷ്യ പരമ്പരകൾ ഈ കൊച്ചു നാടിന്, കലാഹൃദയം മുറ്റി നിൽക്കുന്ന ഈ നാടിന് അദ്ദേഹം സമ്മാനിച്ചിട്ടുണ്ട്. ഇതാണ് വെള്ളിനേഴി അങ്ങാടി. അങ്ങാടി എന്നുള്ള വാക്ക് എത്രണ്ടും യോജിക്കുന്നറിയില്ല. ഏതായാലും ഈ കാണുന്നതാണ് നമ്മൾ വന്ന റോഡ്. ചെർപ്പശ്ശേരിയിൽ നിന്ന് മാങ്ങോട് നിന്ന് തിരിഞ്ഞ് വന്ന റോഡ്. ഇത് ഇങ്ങോട്ട് തിരിഞ്ഞ് അപ്പുറത്തേക്ക് റോഡ് പോകുന്നുണ്ട്. ഇവിടെ കുറേ കൊടിതോരണങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇങ്ങനെ നേരെ പോയാലാണ് ഒളപ്പമണ്ണം. ആ വഴി അങ്ങനെ തൂതയിലേക്ക് എത്താനും വഴിയുണ്ട്. ഇങ്ങോട്ട് തിരിഞ്ഞാൽ, ഇടത്തോട്ട് തിരിഞ്ഞാൽ ചെറിയൊരു റോഡുണ്ട്. ആ റോഡ് കാന്തളൂർ അമ്പലത്തിലേക്കാണ്. ആ അമ്പലത്തിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. വളരെ പ്രത്യേകതകളുള്ള ഒരു അമ്പലമാണ്. അവിടെ നമുക്ക് അവിടെ നിന്ന് പോയിട്ട് വരാം. ഇതാണ് കാന്തളൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം. വെള്ളിനേഴിയിലെ വളരെ പ്രധാനപ്പെട്ട പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമാണ് കാന്തളൂർ അമ്പലം. പ്രത്യേകിച്ച് ഉത്സവ സീസണുകളിൽ എണ്ണം പറഞ്ഞ കഥകളികൾ ഇവിടെ വെച്ച് നടത്താറുണ്ട്. കേമമായിട്ടുള്ള കഥകളി അരങ്ങിനെ സാക്ഷ്യം വഹിച്ച ഇപ്പോഴും വഹിച്ചുകൊണ്ടിരിക്കുന്ന അമ്പലമാണ് കാന്തളൂർ അമ്പലം. അമ്പലത്തിൻ്റെ ചെറിയ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നട അടച്ചിട്ടുണ്ട്, അതുകൊണ്ട് അധികം കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയില്ല. ഉള്ളിലത്തെ കാഴ്ചകളൊന്നും കാണാൻ കഴിയില്ല, പുറത്തുനിന്നുള്ള കാഴ്ചകൾ കാണാം. വലിയ തൂണുകളാണ് നമ്മളെ എതിരേൽക്കുന്നത്. അതിൻ്റെ മേൽക്കൂര, വലിയൊരു ചുറ്റമ്പലമുണ്ട്. ഒരു സ്ഥിരം സംവിധാനം, സ്റ്റേജിൻ്റെ സംവിധാനം ഇവിടെ ഉണ്ട്. ഇവിടെ വെച്ചിട്ടാണ് കഥകളിയൊക്കെ നടത്താറ്. ഈ അഗ്രശാലയ്ക്കൊക്കെ പല കഥകളും പറയാനുണ്ട്. എത്രയോ മഹാരഥന്മാർ ചുട്ടി കുത്തുന്നതിന് വേണ്ടിയിട്ട് കിടന്നിരുന്ന, ഇപ്പോഴും കിടന്നുകൊണ്ടിരിക്കുന്ന അഗ്രശാലയാണത്. സാക്ഷാൽ കലാമണ്ഡലം രാമൻകുട്ടി നായരാശാൻ, കീഴ്പ്പടം കുമാരൻ നായരാശാൻ, ഗോപിയാശാൻ, ഉണ്ണികൃഷ്ണകുറുപ്പാശാൻ, നമ്പീശനാശാൻ എന്നിവരുടെ നിശ്വാസങ്ങൾ ഈ അന്തരീക്ഷത്തിൽ ഇപ്പോഴും അലയടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വെള്ളിനേഴിയിലെ കലാഹൃദയം ഇത്രയധികം പരിപോഷിപ്പിക്കുന്ന അരങ്ങുകൾ
രാജ്യത്ത് വേറെ എവിടെയും ഉണ്ടായിട്ടുണ്ടാവില്ല. ഞാനിതിൻ്റെ ചുവർ ചിത്രങ്ങളൊക്കെ ഒന്ന് കാണിക്കാം. കഥകളി മയമാണ് എല്ലാ സ്ഥലത്തും. കഥകളിയാണ് ജീവനാടി. ഇവിടെ ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും, ഏത് വിഭാഗത്തിലുള്ള ആൾക്കാർക്കും, കർഷക തൊഴിലാളി മുതൽ വലിയ ഓഫീസർമാർ വരെ ഇവിടെ ജീവിക്കുന്ന എല്ലാ ആൾക്കാർക്കും കഥകളിയും അതിൻ്റെ മുഖമുദ്രയൊക്കെ ഹൃദയസ്ഥാണ്. കഥകളിയുടെ ചിട്ടവട്ടങ്ങൾ ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ കലാകാരന്മാരിവിടെ മത്സരിച്ചിട്ടാണ് അഭിനയിക്കാറ്. കാണികൾക്കും കലാകാരന്മാർക്കുമൊക്കെ വളരെ വലിയൊരു ദൃശ്യവിരുന്നായിരുന്നു ഇവിടെയുള്ള ഓരോ പരിപാടികളും. കാലം കഴിയും തോറും പഴയ മഹാരഥന്മാരൊക്കെ മൺമറഞ്ഞു പോയി. എങ്കിലും ശരി, ഇപ്പോഴും കഥകളി എന്നുള്ള കല ജീവസ്സയോട് നിലനിൽക്കുന്നത് ഇത്തരം അപൂർവ ചില സ്ഥലങ്ങളിലാണെന്ന് നമുക്കറിയാം. ഗംഭീരമായ ചുവചിത്രങ്ങളാണ് നാലുപുറം. നമുക്കൊന്നുകൂടി പ്രദർശനമായിട്ട് വരാം. എന്താ പേര്? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യണു അല്ലേ? ഇവിടെ അടുത്ത് തന്നെയാണോ വീട്? ഓ, അപ്പോൾ ഇനി പോകണം. ഓ ശരി. എത്ര മണിക്ക് അമ്പലമൊക്കെ അടയ്ക്കുക? 9 മണിക്ക് അടയ്ക്കും അല്ലേ? ഓ ശരി. അപ്പോൾ നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം. അത് തുറന്നു തന്നിട്ടുണ്ട്. നമുക്ക് അടച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ പ്രധാന നടയുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിൻ്റെ കൊത്തുപണികളൊക്കെ കണ്ടില്ലേ? മരപ്പണികൾ നടത്താം. കൊത്തുപണി കൊണ്ട് ഉദ്ദേശിച്ചത് മരപ്പണികൾ കണ്ടില്ലേ? ഒരു ചെറിയൊരു അമ്പലമാണ് സത്യം പറഞ്ഞാൽ. പ്രതിഷ്ഠ ശ്രീലാകം എന്ന് പറയണത്, ശ്രീകോവിൽ എന്ന് പറയണത് ചെറിയൊരു ഒരു സ്ഥലമാണ്. കണ്ടില്ലേ? വട്ടത്തിലുള്ള നല്ല ഭംഗിയിലുള്ള ഒന്നാണ് ഈ ശ്രീകോവിൽ. ശ്രീകൃഷ്ണൻ്റെ ഒറ്റ പ്രതിഷ്ഠ മാത്രമേ അവിടെ ഉള്ളൂ. നല്ല ഒരു ഫീല് തരണ, ഒരു ഭക്തിയുടെ ഫീല് തരണ ഒരു അന്തരീക്ഷമാണ്. ഇടത് വശത്ത് പതിവ് പോലെ വിഘ്നേശ്വരനുണ്ട്. വിഘ്നേശ്വരനെ നമിച്ചിട്ട് നമുക്ക് പോകാം. നട അടച്ചിട്ടുണ്ടെന്നാലും ശരി. കണ്ടില്ലേ അമ്പലത്തിൻ്റെ ലുക്ക്? കണ്ടില്ലേ? ഒരു കൂൺ മാതിരിയുള്ള ഒരു അന്തരീക്ഷം, ഒരു രൂപമാണ്. നല്ലൊരു രസമായിട്ടുള്ള രൂപമായിട്ട് എനിക്ക് തോന്നി. അമ്പലം ഇത്രയേ ഉള്ളൂ, പക്ഷേ അതിൻ്റെ ചുറ്റമ്പലം അതൊക്കെ വളരെ കേമാണ്, വളരെ കേമായിട്ടുള്ള അമ്പലമാണ്. പക്ഷേ വളരെ ഇഷ്ടപ്പെട്ട ഒരു അമ്പലമാണ് എനിക്കത്.
ഇങ്ങനെ അമ്പലത്തിൻ്റെ ശ്രീകോവിലിൻ്റെ മുമ്പിലെത്തി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എന്താ പേര്? ഇവിടുത്തെ കഴകാണല്ലേ? ആ അത് ശരി. എത്ര കാലമായി? ഓ അത് ശരി. അവിടെ തന്നെ ഇവിടെ. ഓ അത് ശരി ശരി. എത്ര ആൾക്കാർ? സാധാരണ ധാരാളം ആൾക്കാർ വരാറുണ്ടോ? വരാറുണ്ട്. ഇപ്പൊ ഈ അടയ്ക്ക അങ്ങനെയൊക്കെ പറഞ്ഞില്ല. അത് ശരി. മാത്രല്ല കോവിഡും അല്ലേ, അതുകൊണ്ടൊക്കെ ഇപ്പം എല്ലാ സ്ഥലത്തും കുറവാണല്ലോ. മകനാ? എന്താ പേര്? എന്താ ചെയ്യണേ? ഓ അത് ശരി, വെരി ഗുഡ്. അത് ശരി. അമ്പലത്തിനോടനുബന്ധിച്ച് വലിയൊരു കുളമുണ്ട്, അമ്പലക്കുളം. ധാരാളം വെള്ളമുണ്ട്. സ്ത്രീകൾ കുളിക്കായത് കാരണം അങ്ങോട്ട് ഇറങ്ങിയിട്ട് കാണാനുള്ള നിവൃത്തിയില്ല. വലിയ അമ്പലക്കുളമാണ്. വെള്ളം കണ്ടാൽ സാധാരണ ഞാനൊന്ന് ഇറങ്ങാറുണ്ട്. ഇതാണ് അമ്പലത്തിൻ്റെ കവാടം. റോഡ് സൈഡിൽ തന്നെയാണ് അമ്പലം. വെള്ളിനേഴിയുടെ ഹൃദയഭാഗത്ത് തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും നല്ല വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബായ്.